പറയുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒരു നിർമ്മാതാവിന്റെ വാക്കുകളാണ് കേട്ടത്. ശ്രീനാഥ് ഭാസിയെ കുറിച്ചുള്ളതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം ഈ രണ്ടുപേരും വലിയ പ്രശ്നക്കാരാണെന്ന്. പക്ഷേ തുടർച്ചയായിട്ട് സിനിമയിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ ഈ പരാതിയും, ഇപ്പോൾ ഈ ഹസീബ് മലബാർ എന്തായാലും പരാതി ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു പരാതി കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളതാണ്. ഇപ്പോൾ ബിൻസിയുടെ പരാതിയും, ഇതിലും എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് നേരത്തെ പറഞ്ഞ മാതിരി സംഘടനാപരമായി ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് നമ്മളൊക്കെ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ നോക്കൂ, സംഘടനയ്ക്ക് ഒരു പരാതി കൊടുത്തു, പക്ഷെ എന്തിനാ അയാളുടെ പേര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ തന്നെ ഒന്ന് പിന്നിലേക്ക് വലിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ഇതിന്റെ ഉള്ളിൽ ഭീഷണി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ടല്ലേ ഒരാൾ ഇത്ര സധൈര്യം മുൻപോട്ട് വന്ന് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഒരാളെങ്കിലും ഒരു വിപ്ലവം കാണിക്കുക എന്നുണ്ട്. എന്നാലല്ലേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഈ സംഘടന, ഞാൻ ചോദിക്കട്ടെ, സംഘടന പുറത്താക്കുക എന്നുള്ളതാണ് സംഘടനയുടെ അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആ പുറത്താക്കൽ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സംഘടനയിൽ നിന്ന് പുറത്താക്കിയ എന്താ പ്രശ്നം? സംഘടനയിൽ മെമ്പർ അല്ലെങ്കിലും ഒരാൾക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഇവിടെ ഈ രാജ്യത്തെ ഡെമോക്രാറ്റിക് രാജ്യത്ത് ഒരു സംഘടനയിൽ മെമ്പർ അല്ല, അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അത് നിയമപ്രകാരം പറ്റില്ല. അപ്പൊ സംഘടനയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സംഘടനയ്ക്ക് അയാളെ പുറത്താക്കാൻ പറ്റും. മാക്സിമം അതാണ് ഒരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ആരും ഒരു കാരണവശാലും അയാളുമായി സഹകരിക്കില്ല എന്നൊരു തീരുമാനമല്ലേ എടുക്കേണ്ടത്? അതാരും എടുക്കില്ല. ഇപ്പൊ കുറച്ചു മുമ്പേ ശ്രീജിത്ത് സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ, ഏതോ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു, എന്നെ സംബന്ധിച്ച് അയാളുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ പഞ്ച്വലായിട്ട് വരുന്ന ആളാണ്, വളരെ മാന്യമായിട്ട് ഇടപഴകുന്ന, അങ്ങനെ ഒരാള് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ അവരെല്ലാവരും തന്നെ തുറന്ന് പറയാൻ ഭയപ്പെടുകയാണ്. അവർ നിയമപരമായി നീങ്ങാൻ ഭയപ്പെടുന്നു. ഇപ്പോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അല്ലെങ്കിൽ ചേംബറിന് ഇവർ ഒരു പരാതി കൊടുത്തു, അമ്മയ്ക്ക് ഒരു പരാതി കൊടുത്തു. ഈ പരാതി ആ സംഘടനയ്ക്കുള്ളിൽ മാത്രം വെച്ചിരുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ അവരോടിപ്പോ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പോകുന്നില്ല? അവർക്ക് പോലീസിൽ പോകാൻ പറ്റില്ല. അവർ പോലീസിൽ പോയാൽ, പോലീസ് ആ കേസെടുത്താൽ, ഈ അക്യൂസ്ഡിനെ അവിടെ കൊണ്ടുവന്നാൽ ആരാണ് പരാതി കൊടുത്തത് എന്ന് പറയണ്ടേ? അപ്പൊ അതുകൊണ്ട് സംഘടനയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്ക് പുറത്താക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇതല്ല. ഇത് ഒരാളല്ല, ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗം ഇന്ന് മലയാള സിനിമയിൽ ഉണ്ട്. അവരെ ഇനിയെങ്കിലും ഈ നിർമ്മാതാക്കൾ, നിങ്ങളെ വെച്ച് ഞങ്ങൾ സിനിമ ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങളെ വെച്ച് ഞങ്ങൾ സിനിമ ചെയ്യില്ല. അതാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയെ രക്ഷപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ രക്ഷപ്പെടുത്താനുള്ള ഏക മാർഗം. ഈ പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഘടനകൾക്ക് ഈസി ആയിട്ട് തീരുമാനമെടുക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ പറയാം, ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയുടെ മുൻപിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് പരാതി പറയാറുണ്ട്. ഈ പരാതി പറയുമ്പോൾ വളരെ ഗുരുതരമായ പരാതികളൊക്കെ ഉണ്ട് അതില്. അപ്പൊ നമ്മൾ പറയും, ഇത് വളരെ ഗുരുതരമായ ഒരു പരാതിയാണ്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം, ഞങ്ങൾ വരാം, നിയമസഹായം ഞങ്ങൾ നടത്തി തരാം, ഞങ്ങൾ സാമ്പത്തികം ചെലവാക്കിക്കോളാം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം. അയ്യോ ഇല്ല, പോലീസിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ ആവശ്യം? അയാളെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുക, എനിക്ക് കോമ്പൻസേഷൻ വാങ്ങിച്ചു തരിക. ഇതാണ് അവർ പറയുന്ന ആവശ്യം. എങ്ങനെയാണ് ഇവിടെ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഈ ഷൈൻ ടോം ചാക്കോമാരും ശ്രീനാഥ് ഭാസിമാരും ഒക്കെ മലയാള സിനിമയിൽ ഈ വിലസൽ തുടരുക തന്നെ ചെയ്യും. കാരണം ഇവർ അത്രമാത്രം വിട്ടുവീഴ്ചകളാണ് അവർക്ക് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വിട്ടുവീഴ്ചകളാണ് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി കാണിച്ചുവിടും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മയക്കുമരുന്ന്, MDMA അത് മാത്രമല്ല.
മദ്യപാനമാണെങ്കിൽ പോലും അടിച്ച് പൂസായിട്ട് വന്ന് ഈ സ്ത്രീകളോടൊപ്പം അഭിനയിച്ച് തോന്നിവാസം കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്ത്രീകൾ നമ്മളോട് പറയാറുണ്ട്. പക്ഷെ അവർക്ക് പുറത്തു പറയാൻ പേടിയാണ്. അവർ വിലക്കപ്പെടും. അവരാണ് ഇവിടെ വിലക്കപ്പെടുന്നത്. അത് ഭയന്ന് അവര് ആരോടും ഒന്നും പറയില്ല. കാരണം എന്താ? ആ പെണ്ണിനെ വിളിക്കണ്ട കേട്ടോ, അത് ഉടനെ പരാതിയായിട്ട് അവിടെ ചെല്ലും. ഉടനെ അതിന്റെ പേരിൽ പിന്നെ സംഘടന നമ്മളെ വിളിക്കും. എന്തിനാണ് വെറുതെ? ഇത് എല്ലാം കൂടി കണക്റ്റഡ് ആണ്. ഇത് ആകെ കൺഫ്യൂസ്ഡ് ആണ് ഉള്ളത് മാത്രമല്ല, ഇവിടെ ആർക്കും ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കൂ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോലും ഈ വ്യക്തികളെ എതിർക്കുന്നവരും ഈ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നവരും രണ്ട് വിഭാഗം അവിടെ ഉണ്ടാവും. ശരി, രഞ്ജിനി ഇപ്പോൾ